ഇന്നലെ വരെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. എന്തോ ഒരു സഹകരണം, എന്തുവായിരുന്നു. വെള്ളം കോരി ഒഴിക്കുന്നു, ചീത്ത പറയുന്നു, ഓടിക്കുന്നു. എൻ്റെ വർക്കൗട്ട് വിജയിച്ചെന്ന് ഷാനവാസ് പറഞ്ഞിട്ട് കളിയാക്കുകയാണ് അനീഷിനെയും ആദിലെയും. അയ്യോ അയ്യോ എനിക്കിത് കാണാൻ വയ്യാന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അപ്പോൾ ആദിൽ പറയാണ്, ഞാനിവിടുന്ന് ഒരു മുത്തെടുത്ത് എറിഞ്ഞാലുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. തലയണ എടുത്ത് എറിയുന്നു, വെള്ളമെടുത്ത് ഒഴിക്കുന്നു, എന്തൊക്കെയായിരുന്നു അമ്പും വില്ലും മലപ്പുറം കത്തി. നമ്മൾ ഡ്രാമ എന്നെല്ലാവരും വേണമെങ്കിൽ പറയുമെന്ന് ആദിൽ അനീഷിനോട് പറയുന്നു. അപ്പോൾ അനീഷ് പറയാണ്, ഡ്രാമയൊന്നും അല്ല. അനീഷിനെ ആദിലെയും കളിയാക്കിയിട്ട് ഷാനവാസ് പോയി. അപ്പോൾ അവിടേക്ക് ബിന്നിയും അനുമോളും വരികയാണ്. ബിന്നി പറയുന്നുണ്ട്, രണ്ടുപേരും കൂടെ ഒട്ടി ഒട്ടി ഇരുന്ന് വിയർപ്പിൻ്റെ നാറ്റം എടുക്കുന്നുണ്ട്, അളിഞ്ഞ നാറ്റം എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ബിന്നി. അനുമോൾ ചോദിക്കുന്നുണ്ട്, എത്ര മുത്തുകളുണ്ട് ചേട്ടാ? അപ്പോൾ അനീഷ് പറയുന്നത് 1000 മുത്തുകളാണ് അനീഷും ആദിലയും കോർക്കേണ്ടുന്നത്. അപ്പം അനീഷിൻ്റെ കാലിൽ ഒരു കൊതുക് വന്നിരുന്നു. ആദില പറയുന്നുണ്ട്, ചേട്ടാ കൊതുകിരിക്കുന്നു, ഓടിക്ക്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, അതവിടെ ഇരുന്നോട്ടെ, എന്നെ കുത്തുന്നില്ലല്ലോ, രക്തം കുടിക്കുന്നില്ല, എന്നെ നോവിക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും, അത് വെറുതെ അവിടെ ഇരുന്നതായിരിക്കും, കുറച്ച് കഴിഞ്ഞ് പൊയ്ക്കോളൂ എന്ന് പറയുന്നുണ്ട്. സാബുമാനാണെങ്കിൽ ഇവരുടെ ജയിലിൻ്റെ ചുറ്റും റൗണ്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വിളിച്ചിട്ട് പറയാണ്, ബിഗ് ബോസേ, ഈ സാബുമാൻ ഇങ്ങനെ ക്യാമറയിൽ നോക്കിയിട്ട് ഇങ്ങനെ ചുറ്റും അടിക്കുകയാണ്, ഇത് സന്ദർശന സമയമല്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ജയിലിൽ എത്തിക്കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും തമ്മിൽ മുന്നേ വഴക്കുള്ളവരാണെന്ന് പോലും നമുക്ക് തോന്നത്തില്ല. അതേപോലെയാണ് രണ്ടുപേരും ഇരിക്കുന്നത്. ജിസയിലും അനുമോളും കിടന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് ജയിലിൽ വന്നതിന് ശേഷവും അവർ പുറത്ത് നടന്ന വഴക്കിനെ പറ്റി സംസാരിച്ച് ഭയങ്കരമായിട്ട് ചൂടായി സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് അങ്ങനെയുള്ള യാതൊരു വിധമായ ഭാവവ്യത്യാസവും ഇല്ല. അങ്ങനെയുള്ള വഴക്കുകൾ ഇവർ രണ്ടും തമ്മിൽ നടന്നിട്ടേ ഇല്ലാത്ത രീതിയിലാണ് രണ്ടുപേരും ഇരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ രഹസ്യമെന്ന് അറിയാൻ വയ്യ.